നമുക്കൊക്കെ സമസ്തയുടെ ചരിത്രം പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇന്ന് നമ്മുടെ അവസ്ഥകൾ ഇന്ന് നമ്മളൊക്കെ പറയും, ഞാൻ ബുദ്ധിയുള്ള ആളാണ്, എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഞാൻ അവിടെ പഠിച്ച ആളാണ്, എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, ഞാൻ ചരിത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, എനിക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട്, എനിക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, എനിക്ക് നല്ല പാർട്ടിയുണ്ട്, എന്നെ നയിക്കാൻ ആളുകളുണ്ട്, എനിക്ക് അനുയായികളുണ്ട്, എനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ആളുകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ സമസ്തക്ക് വേണ്ടി ഇന്നും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രായമേറിയിട്ട് പോലും താടി നരച്ച ഉസ്താദുമാർ നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ സമസ്തയുടെ നേതാക്കളെ പരിശോധിക്കുമ്പോൾ നടക്കാൻ കഴിയാഞ്ഞിട്ട് സ്റ്റേജിലേക്ക് രണ്ട് കൈകളിലും ആളുകൾ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നിരുത്തിയ മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, മറക്കാൻ കഴിയാത്ത വിധം നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കേണ്ട ഒരു നാമമാണ്, ഇവിടെ നമ്മൾ പരാമർശിക്കേണ്ട നാമമാണ്. ആ മഹാനുഭാവൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിലും കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമ്മേളനത്തിലേക്ക് വാഴക്കാട് നിന്നും വാഹനത്തിൽ യാത്ര ചെയ്ത് വന്നിട്ട് നടക്കാൻ കഴിയാത്തത് കൊണ്ട് ആളുകളുടെ സഹായത്തിൽ കൈ താങ്ങിപ്പിടിച്ചിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിരുത്തിയുന്ന സാഹചര്യത്തിലും ആ സമസ്തയുടെ സമ്മേളനത്തോട്, സമസ്തയുടെ സന്ദേശത്തോട്, സമസ്തയുടെ പ്രവർത്തനത്തോട്, സമസ്തയുടെ നേതൃത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്ന അഭിമാനത്തോടെ ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന നടത്തുമ്പോൾ, അല്ലാഹുവേ, ഞാൻ ഇന്നുവരെ ഒരു കറാഹത്തും ചെയ്തിട്ടില്ല റബ്ബേ, അതുകൊണ്ട് എനിക്ക് മഴ വേണമെന്ന് പറയാൻ പടച്ചവനോട് ആധികാരികാരെ പറയാൻ കഴിയുന്ന ജീവിതം കാഴ്ചവെച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എന്തുകൊണ്ടാണ് ഇതിനോട് ചേർന്ന് നിന്നത്? ഒരു പുരുഷായുസ് മുഴുവനും ഒരു ഇതിഹാസമായി നമ്മുടെ കേരളീയ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ പ്രൗഢമായ ഭാഷണം കൊണ്ടും വേഷവിധാനം കൊണ്ടും ആ തലേക്കെട്ടും മുഖവും കണ്ടാൽ നമ്മുടെ ഹൃദയത്തിലേക്കൊരു സൂര്യൻ പ്രസരിക്കുന്നത് പോലെ പ്രകാശം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന ബഹുമാന്യനായ 40 കൊല്ലക്കാലം ഈ സമസ്തകർക്ക് നേതൃത്വം കൊടുത്തു പോയ മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്തുകൊണ്ടായിരുന്നു മഹാനുഭാവൻ ഇതിന് നേതൃത്വം കൊടുത്തത്? ഈ വഴിയെ സഞ്ചരിക്കുന്നവർ, ഈ വഴിയെ പോകുന്നവർ അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗത്തിലാണ് പോകുന്നത് എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുമാറ് അവരുടെ ജീവിതത്തിന്റെ സകലമാന സമയങ്ങളും ഈ സമസ്തക്ക് വേണ്ടി സേവനമായി നിർവഹിച്ചു എന്ന് മാത്രമല്ല, ലോകത്തോട് വിട പറയുമ്പോ ഞാൻ നിലകൊണ്ട പ്രസ്ഥാനവും ഞാൻ നിലകൊണ്ട ആദർശവും ഞാൻ ലോകത്തോട് പ്രചരിപ്പിച്ച ആശയങ്ങളും ശരിയായിരുന്നു മക്കളെ, നിങ്ങളിത് കേൾക്കണം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കണേ എന്ന ഒരു സന്ദേശം നൽകുമാറ് ബാങ്കിന്റെ അവസാന കലിമക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മറുപടി പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ ചരിത്രങ്ങളൊക്കെ നമുക്കറിയുന്നതാ. സമസ്തയുടെ ഉത്ഭവം നോക്കൂ നിങ്ങൾ. 1926 രൂപീകരിക്കപ്പെടുമ്പോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം വൈദേശികരോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻമനയിൽ ഈ ഇന്ത്യയിലെ സമൂഹം മുഴുവനും നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യത്തേക്ക് ചില പുതിയ ചിന്താഗതികളുമായി ചില ആളുകൾ കടന്നു വരികയും നമ്മുടെ നാടിൽ ഒരു കുഴപ്പവുമില്ലാതെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്കൊന്നും ഒരു തർക്കവുമില്ലാതെ ജീവിച്ചു കൊണ്ടിരുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാക്കി നേരായ മാർഗത്തെ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ വഴികേടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമവുമായി കടന്നു വന്ന പുത്തൻവാദികൾക്കെതിരെ അന്നത്തെ ഉലമാക്കൾ എല്ലാവരും കൂടി ചേർന്നിരുന്നുകൊണ്ട് സംഘടിതമായി അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. നോക്കൂ, അതിന്റെ 25 വർഷത്തെ കാലഘട്ടം വളരെ പ്രതിരോധത്തിന്റെ കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ വികലമാക്കിക്കൊണ്ടും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇസ്ലാം കാര്യങ്ങളെ പോലും വെട്ടിച്ചുരുക്കി, അല്ലെ ഈമാൻ കാര്യങ്ങൾ പോലും വെട്ടിച്ചുരുക്കിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനെ വികലമാക്കുവാനുള്ള പരിശ്രമം സാധാരണക്കാരുടെ ഇടയിൽ
ബുദ്ധിപരമായ ചില ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരെ വഴിപിഴപ്പിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോ അവിടെയെല്ലാം ഈ പ്രായമുള്ള ബഹുമാന്യരായ വരക്കൽ മുല്ലക്ക തങ്ങളുടെ നേതൃത്വത്തിലുള്ള 40ഓളം വരുന്ന പ്രായമേറിയ ഇരുത്തം എന്ന പണ്ഡിതന്മാർ അവരുടെ ആ സാഹചര്യങ്ങളെല്ലാം പ്രതിസന്ധികളുടെ മുമ്പിലും അവരുടെ ജോലിയുടെ ഇടയിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദറസ് പോലും മാറ്റിവെച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലേക്ക് കാൽനടയായി നടന്നുപോയി വാഹനങ്ങളില്ലാത്തടത്തും കുന്നും പുറങ്ങളിലും മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ കടന്നു ചെന്ന് ഈ ആശയ പ്രചാരണങ്ങൾക്കെതിരെ അതിശക്തമായി പരിശുദ്ധ ഇസ്ലാമിന്റെ നേരായ മാർഗം ഇതായെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ ലോകത്തിനു മുഴുവനും മാതൃകായോഗ്യമായ രൂപത്തിൽ ജീവിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ട് ശരിയായ മാർഗം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ 25 കൊല്ലക്കാലം ഈ പ്രതിരോധ മേഖലയിൽ നിന്നു സമസ്ത ഉണ്ടായ കാലം മുതൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. ഇതിന്റെ തുടക്കം തന്നെ അതങ്ങനെ. അവിടെ നിങ്ങോട്ട് നിങ്ങൾ നോക്കൂ, കേരളീയ മുസ്ലിമീങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ മനോഹരമായ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങളുടെ മേഖലയിൽ മാത്രമല്ല കേട്ടോ, ആത്മീയ മേഖലയിലും മഹല്ല് തലത്തിലെ പുരോഗതിയിലും മുസ്ലിങ്ങൾ ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന രൂപത്തിൽ കേരളീയ മുസ്ലിമീങ്ങൾ എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗങ്ങൾക്കപ്പുറം രാഷ്ട്രീയപരമായി പോലും ഒരു സമുദായത്തിനെ മാറ്റി നിർത്താൻ പറ്റാത്ത വിധം രാജ്യം ഭരിക്കുന്ന അധികാരികൾക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ വിളിച്ചുകൊണ്ട് അഭിപ്രായം ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേരളീയ മുസ്ലിമുകളെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് നമ്മുടെ ഉലമാക്കൾക്ക് സാധിച്ചു എന്നത് ഈ 100 വർഷത്തെ സമസ്തയുടെ ചരിത്രത്തിലെ തങ്കലീപിലാൽ എഴുതപ്പെട്ടിരിക്കേണ്ട രേഖപ്പെടുത്തപ്പെടേണ്ട മനോഹരമായ ഒരുപാട് സംഭവങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു സംഭവമാണ്. ഇസ്ലാമികപരമായ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ഒരു മുസ്ലിം സംഘടനയായി പ്രവർത്തിക്കുന്ന സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോ ഞാനാണ് മസീഹ്, ഞാനാണ് ഈസ, ഞാനാണ് മഹദി, ഞാൻ പ്രവാചകനാണ് എന്ന് പോലും ബാധിച്ചു കൊണ്ടുവന്ന ഖാദിയാനി, ആ ഖാദിയാനിസത്തിനെ ഈ മണ്ണിൽ കുഴിച്ചു മൂടുവാൻ ലോകത്താദ്യമായി ഖാദിയാനികൾ പിഴച്ചവരാണ് എന്ന് പ്രത്യുവ കൊടുക്കാൻ ധൈര്യം കാണിച്ച ഏക സംഘടന അത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയാണ്. അതിനുശേഷമാണ് റാബിത്തത്തുൽ ആലം, ലോകോത്തര പണ്ഡിതന്മാരുടെ സഭകൾ പോലും ഈ ഖാദിയാനിസം പിഴച്ച പാർട്ടിയാണെന്നും അതിലാരും അണിചേരുന്നു എന്നും പ്രഖ്യാപിക്കുന്നത്, ഫത്വ കൊടുക്കുന്നത്. സമസ്തയുടെ ആ പ്രഖ്യാപനം മനോഹരമായി കേരളീയ മുസ്ലിമീങ്ങൾ നെഞ്ചേറ്റ് പിടിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കൊരു പക്ഷേ ഖാദിയാനികളെ പള്ളികളെ കാണാൻ കഴിയില്ല, ഖാദിയാനികളുടെ മദ്രസകളെ കാണാൻ കഴിയില്ല, ഖാദിയാനികളുടെ സമ്മേളനം നമുക്ക് കാണാൻ കഴിയില്ല, ഖാദിയാനികൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ എവിടെങ്കിലും നമുക്ക് വായിക്കാനും കഴിയാത്ത വിധം അതിനെ കുഴിച്ചു മൂടപ്പെട്ടത്. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ചേകന്നൂരിസം വന്നു. ആ ചേകന്നൂരിസം വന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്താണ്? അദ്ദേഹം ചില്ലറക്കാരനല്ല, ഏറ്റവും നല്ല പാണ്ഡിത്യമുള്ള, നല്ല ഗവേഷണ ത്വരയുള്ള, ഭൗതികമായി ഖുർആൻ കൊണ്ട് ഇസ്ലാമിനെ സ്ഥാപിക്കാൻ കഴിവുള്ള, ബാക്കിയാത്ത് സാലിഹാത്തിലെ റാങ്ക് വാങ്ങാൻ ഭാഗ്യം ലഭിച്ച, അവിടുത്തെ കുത്തുബഖാനയിലെ മുഴുവൻ കിതാബുകളും പാരായണം ചെയ്യാനുള്ള അവസരമുണ്ടായ, പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വളരെ കൃത്യമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന വളരെ ഗാംഭീര്യമുള്ള പണ്ഡിതനാണ് അദ്ദേഹം. പാണ്ഡിത്യത്തിന് നമ്മൾ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പഴി പിഴച്ചു പോയി എന്ന് ഈ കേരള മുസ്ലിമീങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് സമസ്തയുടെ നമ്മളൊരു പക്ഷേ കാണുമ്പോ നമുക്കിവിടെ പരിചയമുണ്ട് കോയക്കുട്ടി ഉസ്താദിനെ. കോയക്കുട്ടി ഉസ്താദിന്റെ വേഷവിധാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പഴയ കുപ്പായം ഉജാലയിൽ മുക്കിയിട്ട് ഉജാലയുടെ പരസ്യമാണോ എന്ന് തോന്നിപ്പോകുമാറ് തേക്കാത്ത ആ കുപ്പായം ധരിച്ചുകൊണ്ട് സമസ്തയുടെ പ്രസിഡന്റായിരിക്കുമ്പോ ഭാഗ്യം കൊണ്ട് നമ്മുടെ ഈ മണ്ണിൽ ആ ഉസ്താദിന് ഒരുപാട് വട്ടം വരാനും ആ സദസ്സിൽ കൂടാനും അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് ഈ പ്രദേശവാസികളായ നാം ഓരോരുത്തരും. അങ്ങനെയുള്ള കണ്ടാൽ ഒരു പക്ഷേ ഈ പാവം സാധുക്കളാണോ ഈ സംഘടനക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന്
വിദ്യാഭ്യാസമുള്ള വലിയ വൈജ്ഞാനിക രംഗത്ത് ഞങ്ങളൊക്കെ വലിയ ആളുകളാണെന്നും തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾക്ക് തോന്നിയെങ്കിലും അത്തരം മാലിന്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അവർ തീരുമാനമെടുത്തു. അവരതിനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹത്തിന്റെ വഴി ശരിയല്ല എന്ന് കേരളീയ മുസ്ലിമീങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോഴാണ് കേരളീയ മുസ്ലിമീങ്ങൾ അതിനെയും കുഴിച്ചു മൂടേണ്ടി വന്നത്. അതുപോലെ ഇവിടെ തബ്ലീഗ് ജമാഅത്ത് വന്നു. പിന്നെ ഐക്യസംഘം എന്ന പേരിൽ സംഘടന ഉണ്ടായി. അഖില കേരള എന്ന് പറയുന്ന സംഘടന വന്നു. ആലുവ ത്വരീഖത്ത് നിങ്ങൾ നോക്കൂ. ആലുവ ത്വരീഖത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമസ്തയുടെ നേതാക്കളിൽപ്പെട്ട ആ നേതാക്കളുടെ ശിഷ്യന്മാരായി, പ്രത്യേകിച്ച് നമ്മുടെ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരടക്കം അറിയാതെ അതൊരു ആത്മീയമായ മേഖലയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആലുവയിലെ ശൈഖിന്റെ പിന്നാലെ പോവുകയും ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതിനുവേണ്ടി പ്രബോധകരായി കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ മൈക്ക് കെട്ടിയും ലേഖനങ്ങൾ എഴുതിയും ആ പ്രസ്ഥാനത്തിനും ആ ത്വരീഖത്തിനും വേണ്ടി ശബ്ദിക്കുവാൻ തലേക്കെട്ട് കെട്ടിയ സമസ്തയുടെ നേതാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളടക്കം പോയപ്പോഴും സമസ്ത അതിനെ കുറിച്ച് പഠിച്ചു, കൃത്യമായി പഠനം നടത്തി. എന്നിട്ട് സമൂഹത്തോട് അതിന്റെ വരായികളെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ തലയിൽ നിന്ന് പേനിറങ്ങി പോകുന്നത് പോലെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ പോലും, പണ്ഡിതന്മാരും പിന്നെ മുത്തഅല്ലിമീങ്ങളടങ്ങുന്ന സാധാരണക്കാരായ വിദ്യാഭ്യാസമുള്ള ആത്മീയ മേഖലയെ കൊതിക്കുന്ന ഒരു ആത്മീയ ശൈഖിനെ കിട്ടിയാൽ എന്നാഗ്രഹിച്ച് നടന്നിരുന്ന ആളുകൾ വരെ പോയവർക്കൊക്കെ തിരിച്ചു മടങ്ങേണ്ടി വന്നു. സമസ്തയുടെ ഫത്വയുടെ കാരണത്താൽ പിന്നെ അങ്ങോട്ടൊരാളും പോകാത്ത വിധം അവസാനം അത് ഛിന്ന ഭിന്നമായി അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു കൂടാരമായി ആ ആലുവ ത്വരീഖത്തിന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്തകളുടെ ജമിയത്തുലമ ഉണ്ടാകുന്നത് 1926-ലാണ്. എന്നാൽ അതിനു മുമ്പേ ഉണ്ട് ഇവിടെ പുത്തൻ പ്രസ്ഥാനക്കാർ. അതിനു മുമ്പേ ഉണ്ട് സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുമ്പോ അതിനേക്കാൾ മുമ്പേ 100ാം വാർഷികം ആഘോഷിച്ച സംഘടനകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ കേരളത്തിൽ അവരുടെ ആവേശത്തോടെ അവര് മുസ്ലിങ്ങളുടെ നവോത്ഥാന നായകന്മാർ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുകയും എഴുതുകയും മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ലോകമെമ്പാടും അതിന് പ്രചണ്ഡമായ പ്രചരണം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്കൊക്കെ അറിയാം. പക്ഷേ എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ, മദ്രസകളായാലും അറബി കോളേജായാലും മതബോധീയ വിദ്യാഭ്യാസ സമന്വയ വിദ്യാഭ്യാസമാണെങ്കിലും ഇന്ന് കേരളീയ മുസ്ലിമീങ്ങളുടെ മഹല്ല് തലങ്ങളടക്കം ഓരോ കുഗ്രാമങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം 1-2 ആളുകളിലായി അവരുടെ പ്രസ്ഥാനം ഓരോ മഹലിലും ഒതുങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്താനുള്ള കാരണം സമസ്തകളുടെ ജമിയത്തുലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കഠിനാധ്വാനവും അവരുടെ തഖ്വയിലധിഷ്ഠിതമായ പ്രാർത്ഥനയും ഈ സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഉരുക്കുകോട്ട പോലെ എല്ലാ തിരമാലകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന നൂഹ് നബിയുടെ കപ്പൽ പോലെ ഒരു കപ്പലാക്കി ഈ ഉമ്മത്തിനെ മുഴുവനും അതിൽ സംരക്ഷിച്ചുകൊണ്ട് ഇന്ന് നാം അഭിമാനത്തോടെ മുസ്ലിമായി ജീവിക്കുന്നു എന്ന് നമുക്ക് ഉറച്ചു പറയാൻ കഴിയുന്ന വിധം ഞാനൊരു മുസ്ലിമാണ്, യഥാർത്ഥ വഴിയിലാണ് ഞാനുള്ളത്. എനിക്ക് മരിക്കുന്ന സമയത്ത് എനിക്ക് വഴികാട്ടിയായി കടന്നുപോയ മഹാനുഭാവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതേ പാന്താവിൽ അതേ വഴിയിൽ അവർ പോയ മാർഗത്തിലൂടെ എനിക്കും നടന്നാൽ ആ മഹാന്മാരുടെ ഒക്കെ പാന്താവിലൂടെ ജീവിക്കുന്നവർക്കൊക്കെ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾ നോക്കൂ. ബാഫക്കി തങ്ങളുടെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ബാഫക്കി തങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. എന്നാൽ സമസ്തകളുടെ ജമിയത്തുലമയുടെ ഉമറാക്കളിൽ പ്രമുഖനും സമസ്തയുടെ മുസാവറയിലേക്ക് ക്ഷണിതാവായി എപ്പോഴും കടന്നു വരാൻ ഭാഗ്യം ലഭിച്ച മഹാനായ ബാഫക്കി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് തന്റെ മക്കളെ വിളിച്ചുകൊണ്ട്, തന്റെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട്, തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് ഒരു വസിയത്ത് നടത്തിയിരുന്നു. എന്റെ മയ്യത്ത്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് സ്ത്രീകൾ കാണാൻ പാടില്ല, അന്യ സ്ത്രീകൾ കാണാൻ പാടില്ല. ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്. ഒരുപക്ഷെ ഞാൻ മരിച്ചാൽ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ എന്റെ മയ്യത്ത് കാണാൻ വന്നേക്കാം.
എന്റെ മയ്യത്ത് അന്യ സ്ത്രീകൾ കാണാൻ അനുവദിക്കരുത്. ഇത് പറഞ്ഞപ്പോ മക്കളും കുടുംബക്കാരും പറഞ്ഞു, ഉപ്പ ഒരിക്കലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, തടയാൻ കഴിയില്ല. ആരെങ്കിലും വന്നാൽ തടയാൻ പറ്റുമോ? നേതാക്കൾ വന്നാൽ തടയാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഉപ്പയോട് തിരിച്ചങ്ങോട്ട് മക്കൾ പറയുമ്പോ, എങ്കിൽ നിങ്ങൾ ആരും അത് നോക്കണ്ട, ഞാൻ തന്നെ അത് നോക്കിക്കൊള്ളാമെന്ന് മഹാനായ ബാഫക്ക് തങ്ങൾക്ക് പറയാൻ കഴിയുന്ന കരുത്തിലേക്ക് ബാഫക്ക് തങ്ങൾ ഉയർന്നു. എന്താണെന്ന് അറിയണ്ടേ? സമസ്തകളുടെ ജമിയത്തുൽ മഹാന്മാരായ പണ്ഡിതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സമസ്തയുടെ ഉലമാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുവാൻ ധൈര്യം കാണിച്ചത് കൊണ്ടാണ്. അവസാന നിമിഷം നിങ്ങൾ നോക്കൂ എന്താ സംഭവിച്ചത്. ആ മഹാനുഭാവൻ ഹജ്ജിന് പോകാനിരുന്നതിന് മുമ്പ് തന്റെ വീട്ടിലേക്ക് ആ നാട്ടിലുള്ള എല്ലാ പള്ളിയിലെയും ഉസ്താദുമാരെയും മുദരിസന്മാരെയും ദർസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മുഅല്ലിമീങ്ങളെ അടക്കം തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് മൗലിദ് കിതാബിലുള്ള ബഹുമാനരായ നമ്മളൊക്കെ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ബദർ മൗലൂദും മങ്കുസ് മൗലൂദും അതുപോലെ തന്നെ മുഹീദ്ദീൻ മൗലൂദും ആ മൗലൂദുകളെല്ലാം ഈ ഉസ്താദുമാരുടെയും മുത്തഅല്ലിമീങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ തന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നടത്തിയിട്ട് അവിടെയല്ലേ ഇർതകബതു അലൽ ഖത്താ വൈറ ഹസ്രിൻ വഅദാത് ലക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ മേൽ സർക്കാർ വെച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ അൻവർ മൊയ്തീൻ ഉസ്താദ് അവர்கள் നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ എന്റെ ഭാഷണം ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ തങ്ങളവറുകളെ അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തങ്ങളവറുകൾ ഈ മൗലിദുകളെല്ലാം ഓതിയിട്ട് അവസാനം പോകുന്നു, ഹജ്ജിന് വേണ്ടി പോയി മത്താഫിൽ തന്റെ എല്ലാം കഴിഞ്ഞ കർമ്മങ്ങളെല്ലാം തീർന്ന് ആ മത്താഫിൽ തന്റെ കയ്യിലുള്ള തസ്ബീഹുമാല പിടിച്ചിങ്ങനെ മറിച്ചുകൊണ്ട് ഇരിക്കുന്ന കൈകളോടുകൂടി അവിടെ മരിച്ചു വീഴുന്നു മഹാനായ ബാഫക്കി തങ്ങളെങ്കിൽ ആ തങ്ങളിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് ജന്നത്തുൽ മുഅല്ലയിലെ മഹാദിയായ നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയായ ഖദീജ ഉമ്മ, നമ്മുടെയൊക്കെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഭാഗ്യം കിട്ടിയത് ഈ മൗലൂദ് ഓതിയതുകൊണ്ടാണ്. ഈ മൗലൂദ് ഓതാനുള്ള ഭാഗ്യം കിട്ടിയ എന്തുകൊണ്ടാ? മഹാനായ ശംസുലമയോട്, മഹാനായ കണ്ണൂത്ത് ഉസ്താദിനോട്, മഹത്തായി പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് കിട്ടിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സാലിഹ്കളോട്, അല്ലാഹുവിന്റെ ഔലിയാക്കളോട്, അമ്പിയാക്കളുടെ വഴിയിൽ ജീവിക്കുന്ന അനന്തരഗാമികളായ ഉലമാക്കളോട് ചേർന്ന് നിന്നാൽ നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ നമുക്കും ഈ വിജയം നേടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ 100-ാം വാർഷികം വരുമ്പോ ആ 100-ാം വാർഷികത്തിന്റെ പ്രചണ്ഡമായ പ്രവർത്തനങ്ങൾക്ക് ഈ മണ്ണഞ്ചേരി മേഖല തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ പ്രചരണ ഉദ്ഘാടനമാണ്. അതിനോടൊപ്പം നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. നടക്കാൻ പോകുന്ന 100-ാം വാർഷികത്തിൽ അള്ളാഹുവിന്റെ ആ പരിശുദ്ധ ദീനിന് നേതൃത്വം കൊടുക്കുന്ന ഇന്നത്തെ പണ്ഡിതന്മാർ നിങ്ങൾ നോക്കൂ, ഇപ്പോഴും സമസ്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ സമസ്ത എടുത്ത തീരുമാനങ്ങളോ സമസ്ത ഈ രാജ്യത്തോട് സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളോ ഇന്നുവരെ തിരുത്തേണ്ടി വന്നിട്ടില്ല. ഇതിനേക്കാൾ വലിയ കൊടുമ്പിരിക്കൊള്ളുന്ന പ്രശ്നങ്ങൾ 89കളിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ ഒരു വിഭാഗീയത പോലും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അത് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെയും സമസ്തകളുടെ ജമിയത്തുൽ ഉലമ നിന്ന വഴിയിൽ ഉറച്ചു നിന്ന ആളുകൾക്കെല്ലാം എന്നും ബോധ്യമാകുന്ന വിധത്തിൽ, പിരിഞ്ഞു പോയവർക്ക് പോലും അത് ശരിയല്ല എന്ന് പിന്നീട് ബോധ്യമാകുന്ന വിധത്തിൽ സമസ്ത വളർന്ന് പന്തലിച്ചു കൊണ്ടിരുന്നു. ഇന്നും അതിന്റെ 100-ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോ ഇന്ന് നമ്മൾ പരീക്ഷണ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മളെയാണ് അള്ളാഹു തആല പരീക്ഷിക്കുന്നത്. എവിടെ നിൽക്കണം എന്ന് ഒരു പരീക്ഷണം. നമ്മൾ എവിടെ നിൽക്കണം? ഇത്രയും കാലം കണ്ടുപോയ നമ്മുടെ പൂർവികർ പോയ വഴിയിൽ നമുക്ക് നിന്നാൽ ഒരിക്കലും ഒരു പരാജയം ഉണ്ടാവുകയില്ല. അതാണ് ശരിയായ വഴി എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് 100-ാം വാർഷികത്തിന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ സ്ഥലങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 കർമ്മ പദ്ധതികൾ സമസ്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. വെറുതെ ഇപ്പൊ തഹിയ എന്ന് പറഞ്ഞൊരു പിരിവ് നടക്കുന്നുണ്ട്. ആ തഹിയ ഒരുക്കുന്നത് സമസ്തയുടെ സമ്മേളനം നടത്താൻ വേണ്ടിയാണ്. അതിലാരും സഹകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളീയ മുസ്ലിമീങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ മനോഹരമായ അവസ്ഥ ഉണ്ടല്ലോ, ഈ അവസ്ഥയില്ലാത്ത നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തമിഴ്നാട്,
ബംഗാൾ, UP അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇതേ മനോഹരമായ ഇസ്ലാമിക അന്തരീക്ഷം കൊണ്ടുവരുവാൻ മതസ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്ത് നമ്മളെ ഇന്ന് സാംസ്കാരികമായി കൊണ്ടുവന്നതുപോലെ ആ സമൂഹത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായി 100 കർമ്മ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ തൈയുടെ പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3313 പേരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പ് നടക്കുന്നുണ്ട്. അതും നമുക്കൊക്കെ മുതൽക്കൂട്ടാണ്, ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കി അതിനോടെല്ലാം സഹകരിച്ച് ഈ സമ്മേളന വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്